നല്ലൊരു അടിപൊളി നെല്ലിക്കാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇത് എത്ര നാൾ വേണേലും ഇരിക്കുന്ന ഒരു നെല്ലിക്കാച്ചാറാണ് കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല ഇതിനകത്ത്. നമ്മൾ ആദ്യം ഇച്ചിരി വലിയ നെല്ലിക്കയാണ്, അതൊന്ന് 10 മിനിറ്റോളം ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് അല്ലിയായിട്ട് ഇങ്ങനെ ആക്കി വയ്ക്കണം. പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് കറിവേപ്പില വേണം, ജിഞ്ചർ ഗാർലിക്ക്, ഞാൻ കുറേയേറെ ജിഞ്ചർ ഗാർലിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, വറ്റലമുളക്, ഇത്രയാണ് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് കടുക്, ഒരു വലിയൊരു ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ട് നമ്മളൊന്ന് മൂപ്പിക്കണം. ഈ കടുകെല്ലാം പൊട്ടിയിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒത്തിരി പൗഡറായിട്ട് പോകരുത് കേട്ടോ, തരി തരിയായിട്ട് കിട്ടണം. എന്നിട്ട് ചട്ടി വെച്ച്, ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ നല്ലെണ്ണയാണ് അച്ചാറുണ്ടാക്കാൻ നല്ലത്. നല്ലെണ്ണ ഇട്ടിട്ട് കടുക് ഇടുക, വറ്റലമുളക് ഇടുക, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുക, എന്നിട്ട് വെളുത്തുള്ളി ഇടുക. വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചിയും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുക. ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് 2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂണോളം കായപ്പൊടി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ടീസ്പൂൺ തന്നെയാണ് കേട്ടോ, ചെറിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഇപ്പം ചില്ലി പൗഡറൊക്കെ കൂടുതൽ വേണ്ടുന്നവർക്ക് അത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ അരച്ച് വെച്ചിരിക്കുന്ന കടുകാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ഒരു സ്വല്പം ഉപ്പ് കൂടി നിന്നാലും കുഴപ്പമില്ല കേട്ടോ. അത് കഴിഞ്ഞ് അല്ലിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിനകത്ത് ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റിയെടുക്കണം. ഈ മുളക് പൊടിയൊക്കെ നെല്ലിക്കയിൽ നന്നായി പിടിച്ച് വഴറ്റിയെടുക്കണം. ഇത് ഒട്ടും വെള്ളം ഒഴിക്കാതെ ഉണ്ടാക്കുന്നതായതുകൊണ്ടുണ്ടല്ലോ, ഇത് എത്ര നാൾ വേണേലും ഇരിക്കുന്ന ഒരു നെല്ലിക്കയാണ്. ഈ കടുക് പൊട്ടിച്ചിടുന്നതാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ നെല്ലിക്കയുടെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. ലാസ്റ്റിലായിട്ട് നമ്മുടെ വിനാഗിരി, ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ചൂടാക്കുന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നെല്ലിക്ക അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്യും.